സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തോടെ കൂടിയിട്ട് ഇത് 8ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ? ഇപ്പൊ നിങ്ങൾ 8th സെഷനാണ്. നിങ്ങൾക്ക് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? വോയിസ് ഓൺ ആക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടോ. നമുക്കിതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, അതോട്ടാണ് അങ്ങനെ പറയുന്നത്. ആരും പറയുന്നില്ല? ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓക്കെ, ശരിയാണ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. അതായത് കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ഫോൺ വഴിയാണ്. അപ്പൊ എന്റെ ഈ ഫോൺ എന്ന് പറയുന്നത് എനിക്കൊരു മെസ്സഞ്ചർ ആണ്. നമ്മൾ പണ്ടൊക്കെ ലെറ്റർ വഴി മെസ്സേജസ് പാസ് ചെയ്തിരുന്നു. അപ്പൊ ലെറ്റർ ഒരു മെസ്സഞ്ചർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പാർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെർവ്സ് ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക്, അങ്ങനെ ഒരുപാട് ബോഡി പാർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. അതായത് ഇൻഫോർമേഷൻസ് സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. അപ്പൊ നമ്മളെ ബോഡിയിലെ ഡെയിലി ഫങ്ഷൻസിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് മെറ്റാബോളിസം, അതുപോലെ തന്നെ അറ്റൻഷൻ, കോൺസെൻട്രേഷന്, പിന്നെ പ്രോബ്ലം സോൾവിങ്, മൂഡ്, ഫിയർ, ആൻസൈറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഹെൽപ്പ് ഉണ്ട്. അതായത് ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ കാര്യത്തിനും വ്യത്യസ്ത ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസത്തിൽ നമ്മളിപ്പോ ഇന്ന് 7th ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഡോപ്പമൈന്, സെറാട്ടോണിന്, അസറ്റൈൽ കൊളൈന്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച്, അപ്പൊ ഇന്നത്തത് നമ്മൾ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ പേര് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? ഈ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഈ ഒരു അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി ഇല്ലേ, കിഡ്നീന്റെ അപ്പർ സൈഡിൽ ഒരു ക്യാപ്ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് ഈ അഡ്രിനൽ ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. ഇത് കിഡ്നി ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ കിഡ്നി ആണ്. കിഡ്നിയുടെ അപ്പർ സൈഡിൽ ഈ ക്യാപ്ലൈക്ക് ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് ഇത് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, ക്യാപ്പിന് ഒരു ഇന്നർ പാർട്ടും ഉണ്ട്, ഒരു ഔട്ടർ പാർട്ടും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളെ സാധാ ഒരു ക്യാപ്പ് എടുത്ത് നോക്കിയാൽ ആ ക്യാപ്പ് നമ്മൾ തലയിലേക്ക് വെക്കുന്ന ഭാഗം ഇന്നർ പാർട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം ഔട്ടർ പാർട്ടും ആണ്. അതുപോലെ തന്നെ ഈ അഡ്രിനൽ ഗ്ലാൻഡിനും ഒരു ഇന്നർ പാർട്ടും ഒരു ഔട്ടർ പാർട്ടും ഉണ്ട്. അതിൽ ഇന്നർ പാർട്ടിനെ നമ്മൾ അഡ്രിനൽ മെഡുല്ല എന്ന് പറയുന്നു. ഔട്ടർ പാർട്ടിന് നമ്മൾ അഡ്രിനൽ കോർട്ടെക്സ് എന്നും പറയുന്നുണ്ട്. അതായത് അഡ്രിനൽ മെഡുല്ല ഇന്നർ പാർട്ടാണ്. ഈ അഡ്രിനൽ മെഡുല്ലയാണ് നമുക്ക് എപ്പിനെഫ്രിൻ, അതായത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉള്ള രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ പാർട്ടായിട്ടുള്ള അഡ്രിനൽ മെഡുല്ലയാണ്. ഇനി ഇതിന്റെ ഔട്ടർ പാർട്ടിന് ഇതുമല്ലേ, ഔട്ടർ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ എന്താണ് സർ? ഹലോ.
ഹലോ, ആരെങ്കിലും സോറി എന്തെങ്കിലും മാം. പറയുന്നുണ്ടോ? ആ വോയിസ് കട്ടാവുന്നുണ്ടോ ഓക്കെ, എന്ന് ചോദിക്കാണ്. കട്ടാവുന്നുണ്ടോ വോയിസ്? ഇല്ല മാം. ആ ഓക്കെ. പ്ലീസ് കണ്ടിന്യൂ. ഇല്ല, ആ അപ്പൊ നമ്മള് ഈ കിഡ്നീന്റെ അപ്പർ സൈഡിലുള്ളതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന് ഇന്നർ പാർട്ടുണ്ട്, ഔട്ടർ പാർട്ടുണ്ട്. ഈ ഔട്ടർ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ അഡ്രിനൽ കോർട്ടെക്സിന് തന്നെ 3 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇതിന്റെ ഔട്ടർ ലെയർ, അതായത് ഈ ഔട്ടർ ലെയർ നമ്മൾ പറയുന്നതാണ് സോണ ഗ്ലാമറുലോസ എന്നാണ് പറയുന്നത്. ഇനി മിഡിൽ പാർട്ടിനെ നമ്മൾ സോണ ഫെസിക്കുലേറ്റ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇന്നർ പാർട്ടിനെ നമ്മൾ പറയുന്നത് സോണ റെക്ടിക്കുലാരിസ് എന്നാണ്. അതായത് ഇത് അഡ്രിനൽ കോർട്ടെക്സിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ ഹോർമോൺ, അതായത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുല്ലയാണ്, ഇന്നർ പാർട്ടാണ്. ഇത് ഔട്ടർ പാർട്ടിനെ കുറിച്ചുള്ള ഒരു നോട്ടാണ് പറയുന്നത്. അതായത് ഇതിന്റെ അഡ്രിനൽ കോർട്ടെക്സിന് 3 ലെയേഴ്സ് ആയിട്ടുണ്ട്. സോണ ഗ്ലാമറുലേസ, ഇത് ഔട്ടർ ലെയർ ആണ്. പിന്നെ മിഡിൽ ലെയറിനെ നമ്മൾ സോണ ഫെസിക്കുലേറ്റ എന്ന് പറയുന്നുണ്ട്. ഇനി ഇന്നർ ലെയറിനെ നമ്മൾ സോണ റെക്ടിക്കുലാരിസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ 3 ലെയേഴ്സും കൂടെ കൂടി ചേർന്നതാണ് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് കോർട്ടിസോള്, ആൻഡ്രോജൻസ്, അതായത് ഈസ്ട്രോജൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾഡ്രോസ്റ്റിറോൺ. ഇതൊക്കെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഇന്നർ പാർട്ടായിട്ടുള്ള അഡ്രിനൽ മെഡുല്ലയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ നോക്കി. പിന്നെ നമ്മൾ ഇത് ഏത് ഗ്ലാൻഡ് ആണ്, അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് നോക്കി. അത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ഇത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ സൈഡ് ആയിട്ടുള്ള അഡ്രിനൽ മെഡുല്ലയാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനും തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് റിലീസിങ് ഹോർമോൺ ആയിട്ട് കോർട്ടിസോൾ ആണ് വരുന്നത്. ഈ കോർട്ടിസോളിന് ഒരു ആന്റി ആക്ഷൻ ആയിട്ടാണ് നമുക്ക് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നടക്കുന്നത്. അതായത് സ്ട്രെസ്സിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. സ്ട്രെസ് ഉണ്ടായാൽ അവിടുന്ന് നമുക്ക് ബോഡിക്ക് ഒരു അലേർട്ട്നെസ് കൊടുക്കുന്നത് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. അഡ്രിനാലിൻ എന്താണെന്നും നോർ അഡ്രിനാലിൻ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ C9H13NO3 ആണ്. അതായത് 9 കാർബണും 13 ഹൈഡ്രജനും 1 നൈട്രജൻ 3 ഓക്സിജനും കൂടി ചേർന്ന ഒരു കെമിക്കൽ ബോണ്ടിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി നോർ അഡ്രിനാലിൻ നോക്കുമ്പോൾ C8H11 and NO3 ആണ് വരുന്നത്. ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ്, കെമിക്കലി ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷൻസിലും ചെറിയ ഡിഫറൻസ് മാത്രമുള്ളൂ വരുന്നത്. മെയിൻ ആയിട്ട് ഈ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ സ്ട്രെസ് റെസ്പോൺസിനെയാണ്. അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നോക്കുന്നത്. ഈ അഡ്രിനാലിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ആൾസോ നോൺ ആസ് എപ്പിനെഫ്രിൻ എന്നുള്ളത്. ഈ എപ്പിനെഫ്രിൻ എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് തന്നെയാണ് നമ്മളെ അഡ്രിനാലിനും നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഈ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനാണ് നമ്മൾ ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ബോഡി അലേർട്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ന്യൂറോൺ ടു ന്യൂറോൺ ആണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതായത് ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് നമ്മൾ ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലാണ് നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും ഓരോ ഏരിയാസിലാണെന്ന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. അതിന് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ റിസപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കേസിൽ നമുക്ക് 2 തരം റിസപ്റ്റേഴ്സ് ആണുള്ളത്. ആൽഫ റിസപ്റ്ററും ബീറ്റ റിസപ്റ്ററും ആണുള്ളത്. അതായത് നമ്മുടെ ഈ പറയുന്ന എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ഫംഗ്ഷൻ ചെയ്യുന്നത് റിസപ്റ്ററിലാണ്. അത് ബൈൻഡ് ചെയ്യുന്നത് പോയിട്ട് ഏതെങ്കിലും ഓർഗൻസിന്റെ റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ 2 റിസപ്റ്റേഴ്സ് ആണുള്ളത്, ആൽഫ റിസപ്റ്ററും അതുപോലെ തന്നെ ബീറ്റ റിസപ്റ്ററും. ഈ ആൽഫ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ
അവിടെ കൂടുതലായിട്ട് നോർ എപ്പിനെഫ്രിൻ ആണ് ബൈൻഡ് ചെയ്യുന്നത്. അതായത് ആൽഫ റിസപ്റ്ററിൽ നോർ എപ്പിനെഫ്രിൻ ആണ് ബൈൻഡ് ചെയ്യുന്നത്, ബീറ്റ റിസപ്റ്ററിൽ എപ്പിനെഫ്രിൻ ആണ് ബൈൻഡ് ചെയ്യുന്നത്. അത് ഇതിന്റെ ഫങ്ഷൻസ് ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ എപ്പിനെഫ്രിൻ കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് പോർഷനില്ലേ അവിടെയാണ്, അതായത് ആ ലൊക്കേഷനിലാണ് നമുക്ക് എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ കൂടുതൽ നടക്കുന്നത്. എന്നാലും നോർ എപ്പിനെഫ്രിന്റെ ബ്ലഡ് വെസൽസ് അതുപോലെ സീലിയറി ബോഡീസ് ഇവിടെയൊക്കെയാണ് നോർ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആൽഫ റിസപ്റ്ററും ബീറ്റ റിസപ്റ്ററും ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ റിസപ്റ്റർ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആൽഫ 1 ആൻഡ് ആൽഫ 2. അതുപോലെ തന്നെ ബീറ്റ റിസപ്റ്റർ നമ്മൾ ബീറ്റ 1 ആൻഡ് ബീറ്റ 2 എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ആൽഫ 1 കാണുന്നത് ആൽഫ ഏതായിട്ടാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്, നോർ എപ്പിനെഫ്രിനായിട്ടാണ് ആൽഫ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കാണുന്നത് സ്മൂത്ത് മസിൽസിലാണ്. സ്മൂത്ത് മസിൽ പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൽ, അതുപോലെ ബ്ലാഡർ, ഐറിസ് ഈ ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ കാണാൻ പറ്റുന്നത്. ആൽഫ 1 നോർ എപ്പിനെഫ്രിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഫംഗ്ഷൻ നടക്കുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ്, ബ്ലാഡർ, ഐറിസ് ഈ ബോഡി പാർട്സിലൊക്കെയാണ് നടക്കുന്നത്. ഇനി ആൽഫ 2 എടുത്ത് നോക്കിയാൽ സീലിയറി ബോഡിയാണ്. സീലിയറി ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഐയിൽ ഉള്ള ഒരു ലെയർ ആണ് സീലിയറി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്വസ് ഹ്യൂമർ ഉണ്ടല്ലോ, നമ്മളെ കണ്ണിലുള്ള അക്വസ് ഹ്യൂമറിന്റെ സെക്രീഷൻ കുറക്കുക, അതുപോലെ തന്നെ പാൻക്രിയാസിന്റെ സെക്രീഷൻ കുറക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആൽഫ 2 റിസപ്റ്റർ ചെയ്യുന്നത്. ഈ ആൽഫ 1ഉം 2ഉം നോർ എപ്പിനെഫ്രിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബീറ്റ 1 ആൻഡ് ബീറ്റ 2 എപ്പിനെഫ്രിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് എടുത്ത് നോക്കിയാൽ ബീറ്റ 1 ഈ ബീറ്റ 1 ഹാർട്ടിലാണ് കാണാൻ പറ്റുന്നത്. ഹാർട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ കണ്ടക്ഷൻ ഓഫ് വെലോസിറ്റി, അതുപോലെ കിഡ്നിന്ന് റെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്, ഇതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഈ റെനിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് റെനിന് എൻസൈം ആണ്, നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് റെനിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബീറ്റ 1 റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബീറ്റ 2 എവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ലിവറിലാണ്. ലിവറിൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു മെറ്റാബോളിസം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സംഭവം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ആൽഫ റിസപ്റ്റേഴ്സ് എപ്പോഴും നോർ എപ്പിനെഫ്രിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബീറ്റ റിസപ്റ്റേഴ്സ് എപ്പിനെഫ്രിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇത് ആൽഫ റിസപ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലഡ് വെസൽസിലും സീലിയറി ബോഡീസിലൊക്കെയാണ്. ബീറ്റ റിസപ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് ഹാർട്ടിലും അതുപോലെ ലിവറിലൊക്കെയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് അപ്പൊ നമ്മൾ എപ്പോഴും ബീറ്റ റിസപ്റ്റേഴ്സിന്റെ ഫങ്ഷൻസ് എപ്പിനെഫ്രിന്റെ കേസിൽ കൂടുതലായിരിക്കും കമ്പയർ ടു നോർ എപ്പിനെഫ്രിനെ വെച്ച് നോക്കുമ്പോൾ ബീറ്റ റിസപ്റ്റർ ഒന്നുകൂടെ ഫങ്ഷൻ ചെയ്യുന്നത് എപ്പിനെഫ്രിനിലായിരിക്കും. കേൾക്കുന്നില്ലേ? യെസ് മാം. എന്തെങ്കിലും മാം കേൾക്കുന്നുണ്ട് മാം. അതായത് ഇതിന്റെ പ്രസന്റേഷന് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ, ശരിക്കും നമുക്ക് ഫുൾ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നില്ല. അത് എനിക്ക് മാത്രം അറിയില്ല. നോക്കട്ടെ. മാം PPT ഷെയർ ചെയ്യൂ. PPT ഞാൻ ഷെയർ ചെയ്യാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നുള്ളത്? യെസ് മാം. അപ്പൊ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രെസ് വന്നപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കത് ഫ്ലൈറ്റ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്തിട്ട് ഓവർകം ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു സ്ട്രെസ് വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന റെസ്പോൺസ് ആണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാ, നാളെ എക്സാം ഉണ്ട് നമുക്ക്. അപ്പൊ എക്സാം ഉള്ള സമയത്ത് ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്, എക്സാമിനെ കുറിച്ച് ഭയങ്കര പേടിയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പഠിച്ചിട്ട് ആ എക്സാമിനെ നേരിടാം, അല്ലെങ്കിൽ നാളെ പോവാണ്ടിരുന്നങ്ങാണ്ട് നേരിടാം. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിനെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്ക് എപ്പോഴും നമുക്കൊരു സ്ട്രെസ് വരികയാണ്, സ്ട്രെസ്സിന്റെ റെസ്പോൺസ് ആണ് ഈ സ്ട്രെസ്സിന് സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നത് ഈ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഈ സ്ട്രെസ് വന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഫ്ലൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാം. നമുക്ക് എക്സാം ഉള്ള സമയത്ത്
സമയത്ത് നാളെ എനിക്ക് പോയി വേണമെങ്കിൽ ഇന്ന് രാത്രിക്ക് നല്ല പഠിച്ചിട്ട് നാളെ പോയിട്ട് എക്സാം എഴുതാം. അല്ലെങ്കിൽ നാളെ വയറുവേദന, തലവേദന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് നമുക്ക് തന്നെ ആൻസൈറ്റി കൂടിയിട്ട് നമ്മൾ നാളെ അതിന് ഫ്ലൈറ്റ് ചെയ്യുക, അതായത് അതിന് പോവാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ്, അതായത് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുന്ന 2 റെസ്പോൺസ് കാണിക്കുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതും ഫിസിയോളജിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് ഈ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും ആണ്. ഇതെപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കാണിക്കുന്നത്? എന്തെങ്കിലും ത്രെട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇവന്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ത്രെട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് എക്സാം എന്നുള്ളത് എന്നെ സംബന്ധിച്ച ഒരു വലിയൊരു ത്രെട്ടൺ ആണ്. അപ്പൊ ഞാൻ എന്താ എനിക്ക് ഒന്നെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ അവിടുന്ന് പഠിക്കാണ്ടിരിക്കാം, എനിക്ക് നാളെ പോവാണ്ടിരിക്കാം. അങ്ങനെ ഒരു സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ഞാൻ 2 തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ത്രെട്ടൺ നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനെ തന്നെ ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിനെ നമ്മൾ ഹൈപ്പർ അറൗസൽ അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിനെ നമുക്ക് ഹൈപ്പർ അറൗസൽ ഓർ അക്യൂട്ട് റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ഇങ്ങനെ ഒരു റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ ഫിസിയോളജിക്കലി ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ചെറിയ ക്ലാസ് തൊട്ട് തന്നെ? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് മാം. ആ, ഇപ്പോ ഈ ഒരു സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് നമുക്ക് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന്റെ ബേസ് ചെയ്തിട്ട് എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിൻ, അതായത് അഡ്രിനാലിന്റെയും നോർ അഡ്രിനാലിന്റെയും ഫംഗ്ഷന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലമാണ്, നമ്മളെ കൂടെ വേറെ ആരുമില്ല, നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു 2 ഡോഗ്സ് ഇങ്ങനെ വരികയാണ്, ബാർക്കി നമ്മളോട്, അതായത് ഭയങ്കര സൗണ്ടിൽ നമ്മളടുത്ത് കുറച്ചിട്ട് നമ്മളടുത്ത് ഓടി വരികയാണ്. നമുക്ക് അവിടെ ഉണ്ടാവുന്ന റെസ്പോൺസ് എന്തൊക്കെയായിരിക്കും? അതായത് നമ്മൾ ഒറ്റക്കാണ്, 2 ഡോഗ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. നിങ്ങൾക്ക് Heart അറിയുന്നതന്നെയാണ്. rate ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെന്തൊക്കെ? shallow. Body temperature increase ചെയ്യും. അപ്പൊ അതായത് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന്റെ സമയത്ത് നമുക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുന്നത്. ഈ സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്നത്, അതായത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഫ്ലോ ചാർട്ട് പോലെ പഠിക്കേണ്ട, നമ്മളെ ഒരു സ്ട്രെസ്, അതായത് നമ്മളെ മുമ്പിലേക്ക് ഒരു ഡോഗ് ഓടി വരാൻ നമ്മളപ്പം ആരും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ, അതായത് ഒരു ഡോഗ് ഓടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ബോഡിയിലൊക്കെ ഒരു അലേർട്ട്നെസ് കൊടുക്കും, നമ്മൾ എങ്ങനെയാന്നുള്ളത് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടൂലേ? ഹാർട്ട് ബീറ്റ് കൂടും. അതുപോലെ തന്നെ നമ്മളെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും, അതായത് നമ്മൾ ഭയങ്കര പേടിച്ച് തുറച്ച് നോക്കുന്ന രീതിക്കാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സലൈവേഷൻ നമ്മളത് കുറയും, നമുക്ക് തൊണ്ടേന്ന് ഇങ്ങനെ സലൈവ കിട്ടുന്നുണ്ടാവില്ല, അതുപോലെ സൗണ്ട് വരുന്നുണ്ടാവില്ല. പിന്നെ നമ്മുടെ ശ്വാസം കിട്ടുമോ? അതായത് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, നമുക്ക് ആ സമയത്ത് നമുക്ക് ശ്വാസം നോർമൽ ആയ രീതിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല മാം. ശ്വാസത്തിന് ആ ടൈമിൽ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങനെ ഡബ് 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 നമുക്ക് സ്പീഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അതായത് സലൈവേഷൻ കിട്ടുന്നില്ല, അതായത് നമുക്ക് നമ്മളെ തൊണ്ടയിലുള്ള വെള്ളം വറ്റിയൊരു ഫീൽ ആയിരിക്കും, നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടി വരികയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്റ്റൊമക്കിന് ഒരു പെയിൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലാഡർ ഫില്ലായ യൂറിനേഷൻ സംഭവിക്കുന്നു എന്നുള്ള തോന്നലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ ഇങ്ങനെ
ഭയങ്കര നമ്മുടെ കണ്ണിങ്ങനെ തുറിച്ച് നോക്കുന്ന ഒരു രീതിക്കായിരിക്കും. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് റെസ്പോൺസ് ആണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്മളെ മുമ്പിലേക്ക് ഒരു സ്ട്രെസ് വന്നു. സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡോഗിന്റെ രൂപത്തിൽ വന്നു. ആ സമയത്ത് നമ്മൾ കാണിക്കുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഫ്ലോ ചാർട്ട് ആക്കി പഠിക്കേണ്ട ആവശ്യം, നമ്മൾ എന്തൊക്കെ റെസ്പോണ്ടാ ചെയ്യുന്നത് നോക്കിയാൽ മതി. അതായത് ഒരു നായ നമ്മളെ മുമ്പിലേക്ക് വന്നാൽ നമ്മളെ കണ്ണ് ഇങ്ങനെ പ്യൂപ്പിൾസ് വലുതാവുന്നു, നമ്മളെ അതുപോലെ തന്നെ സലൈവേഷൻ കുറയുന്നു. അതായത് നമുക്ക് തൊണ്ടയിലൊന്നും വെള്ളം ഇല്ലാത്തൊരു ഫീൽ ആയിരിക്കും. പിന്നെ ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഡബ് 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 എന്ന് പറഞ്ഞാൽ സ്പീഡിലായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് തന്നെ നമുക്ക് എയർവേ പാസേജ് കുറവായിരിക്കും. അതായത് നമ്മളെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ ഇൻഹിബിറ്റ് ആയിട്ടായിരിക്കും സ്റ്റൊമക്കിന്റെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഈ ഈ ഈ ഒരു സിമ്പതറ്റിക് നെർവ് സിസ്റ്റം, അതായത് ബോഡിയിലേക്ക് ഒരു അലേർട്ട്നെസ് കൊടുക്കുന്നത് നമ്മുടെ എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ എന്നുള്ള ഹോർമോൺസിന്റെ ഫലമായിട്ടാണ്. അതായത് ഇവിടെ നമ്മൾ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യുക, ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞാലോ സീലിയറി ബോഡീസ് കണ്ണുമായിട്ട് വരുന്നത് ഏതാണ്? നോറെപ്പിനെഫ്രിൻ ആണ്. ഇതിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഇതിനെതിരെ ഓക്കെ നമ്മൾ ആ ഒരു ഡോഗ് വന്ന് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു വടി വെച്ചെങ്ങാണ്ട് ഡോഗിനെ ഓടിച്ചു വിട്ട് ആ സമയത്ത് നമ്മൾ റിലാക്സ് ആയ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇതിന് നേരെ ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് നോർമൽ ആയി, ഹാർട്ട് ബീറ്റ് ഓക്കെ ആയി, അതുപോലെ തന്നെ പ്യൂപ്പിൾസ് കൺസ്ട്രിക്റ്റ് നോർമൽ ലെവലിലേക്ക് വന്നു, നമ്മുടെ എയർ പാസേജ് നോർമൽ ആയി. അപ്പോൾ ഈ സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ അതിന് ബോഡിയിലേക്ക് അലേർട്ട്നെസ് കൊടുക്കുന്നത്, നമ്മളൊരു സ്ട്രെസ് നമ്മളെ മുമ്പിൽ ഒരു എന്തോ അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതിന് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ബോഡിയിലേക്ക് ഒരു അലേർട്ട്നെസ് കൊടുക്കുന്നതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാക്ക് ടു നോർമൽ ആയിട്ട് ബോഡിനെ കൊണ്ടുവരുന്നതാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന്റെ ഭാഗമായിട്ട് അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ് നമുക്ക് ഈ ഒരു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫിസിയോളജിക്കലി ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ വരുന്നുണ്ട് ആ ഒരു സമയത്ത്. അതൊരു മൈന്യൂട്ട് ടൈമിനുള്ളിൽ, അതായത് നമ്മൾ കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് നെർവ്സിന്റെ ഉള്ളിലൂടെ നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു. അതായത് നമ്മൾ ആ ഒരു ഡോഗ് വരുന്നത് കണ്ട പാടം തന്നെ നമ്മളെ ബോഡി അലേർട്ട് കൊടുക്കുകയാണ്, ഇവിടെ ഇപ്പം നിൽക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളത് ബോഡിക്ക് അലേർട്ട്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടുന്നതും, അതുപോലെ കണ്ണുകൾ വലുതാവുന്നതും, ബ്ലാഡർ ഫില്ലായ ഒരു ഫീല്, അതുപോലെ എയർ പാസ് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, തൊണ്ടയിൽ വെള്ളം വറ്റി, ഈ ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഈ എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും ഫംഗ്ഷന്റെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന്റെ ഭാഗമായിട്ടാണ് ഈ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റീസ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഇത് കൂടാണ്ട് വേറെ ഫങ്ഷൻസും ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നടത്തുന്നുണ്ട്. അതിൽ വരുന്നതാണ് മെറ്റാബോളിസം. നമ്മൾ പറഞ്ഞു മെറ്റാബോളിസത്തിൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പങ്കുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ അഡ്രിനാലിനാണ് മെറ്റാബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സഹായിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഗ്ലൈക്കോജെനോലിസിസ് എന്നൊരു ടേം പറയുന്നുണ്ട്. ഗ്ലൈക്കോജെനോലിസിസ് എന്നാണ് ആ ടേമിന് പറയുന്നത്. ഇത് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ, അതായത് നമ്മൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. ആ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവല് ഓക്കെ, അതായത് നോർമൽ ആക്കുക. സിമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ആ ഗ്ലൂക്കോസിൽ നിന്ന് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവൽ ഓക്കെ ആക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോജെനോലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു മെറ്റാബോളിസം ആക്ടിവിറ്റിയാണ്. നമ്മള് ബോഡിയിൽ മെറ്റാബോളിസം നടന്നാലാണ് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നോർമലായിട്ട് നടക്കുന്നത്. ഇതിനു വേണ്ടി ഈ മെറ്റാബോളിസത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പിനെഫ്രിൻ. ഈ എപ്പിനെഫ്രിൻ എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് മെറ്റാബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അനാഫിലാക്സിസ് എന്ന കണ്ടീഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിഖില മാമിന്റെ ക്ലാസ്സിലാണ് തോന്നുന്നു നമ്മൾ ഹിസ്റ്റമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹിസ്റ്റമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ന്യൂറോ ട്രാൻസ്മിറ്ററെ കുറിച്ച്.
എന്നാ പറയാം. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ സമയത്ത് നമ്മൾ ബോഡിനെ ആ രീതിയിലേക്ക് എത്തിക്കുന്നത് ഹിസ്റ്റമിൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞത് ഒരു ഹാൻഡി ഹിസ്റ്റമിൻ ആണ്. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ അലർജി കണ്ടീഷനിൽ നിന്ന് ബോഡിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിവിയർ ആയിട്ടുള്ള അലർജി കണ്ടീഷനിൽ നമ്മൾ പറയുന്ന പേരാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇത് അനാഫിലാക്സിസ് ആണ് സിവിയർ അലർജി കണ്ടീഷൻ ഓർ സഡൻ അസ്തമ അറ്റാക്കിന് നമ്മൾ പറയുന്ന പേരാണ് അനാഫിലാക്സിസ് എന്നുള്ളത്. ഈ അനാഫിലാക്സിസിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എപ്പിനെഫ്രിൻ ഇൻജെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാഫിലാക്സിസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ബോഡിയിൽ എപ്പിനെഫ്രിന്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് സിവിയർ ആയിട്ടുള്ള ഒരു അലർജി കണ്ടീഷൻ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഹിസ്റ്റമിന്റെ അളവ് ബോഡിയിൽ കൂടുന്ന സമയത്ത് ആന്റി ഹിസ്റ്റമിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പിനെഫ്രിൻ ആണ്. ഇപ്പൊ ഒരു ഹ്യൂമൻസിൽ അഡൽട്ടിന്റെ കേസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ അഡൽട്സിൽ ഈ അനാഫിലാക്സിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് 0.3 to 0.5 mg ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ അലർജി കണ്ടീഷൻ ഒന്ന് ഓക്കെ ആവുന്നത്. അലർജി കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ വരുന്നത്, നമുക്ക് ഇതേപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ ത്രോട്ട് ഡ്രൈ ആയിട്ടായിരിക്കും, നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ സ്വെല്ലം ചെയ്തിട്ട് നമുക്ക് ശ്വാസം എടുക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു അഡൽട്ട് ഹ്യൂമന്റെ കേസിൽ നമ്മൾ അതായത് ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അലർജി വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ബോഡിയിലേക്ക് 0.3 to 0.5 mg എപ്പിനെഫ്രിൻ ഇൻജെക്ട് ചെയ്യുന്നത് ബോഡി നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ഒരു ചൈൽഡിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.15 to 0.3 mg ഡോസ് ആണ് ഒരു ചൈൽഡിന്റെ കേസിൽ ഈ ബോഡിയിലേക്ക് ഈ ഒരു എപ്പിനെഫ്രിന് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു ഹാൻഡി ഹിസ്റ്റാമിൻ, അതായത് അലർജി കണ്ടീഷനിൽ ഒരു ഹാൻഡി ഹിസ്റ്റാമിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ ഈ എപ്പിനെഫ്രിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിവിയർ അലർജി കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് അനാഫിലാക്സിസ് എന്നുള്ളത്. അനാഫിലാക്സിസിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത് എപ്പിനെഫ്രിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. ഇത് നമ്മൾ അഡൽട്ട് കേസിൽ 0.3 to 0.5 mg വരെയും, അതുപോലെ തന്നെ ചൈൽഡ് കേസിൽ 0.15 mg to 0.3 mg വരെയുമാണ് നമ്മൾ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. ഈ ഇൻജെക്ട് ചെയ്ത സമയത്ത് ബോഡി നോർമൽ ആയിട്ട് ഓക്കെ ആയി വരും. അതായത് ഇതൊരു ഹിസ്റ്റമിൻ അലർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഇത് ആന്റി ഹിസ്റ്റമിൻ ആയിട്ട് അലർജിയെ ഓവർകം ചെയ്യാനുള്ള, അലർജി എന്നുള്ളത് ഒരു സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഈ എപ്പിനെഫ്രിൻ എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ബോഡി ഓക്കെ ആയി വരികയാണ്. അതായത് നമ്മൾ പറഞ്ഞു ഈ അലർജിന്റെ ടൈമിൽ നമ്മുടെ ത്രോട്ട് ഡ്രൈ ആയിരിക്കും, എയർ പാസേജ് സ്ലോ ആയിരിക്കും, ഹാർട്ട് ബീറ്റ് സ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ ഫേസും നോസൊക്കെ സ്വെല്ലം ചെയ്തിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ അനാഫിലാക്സിസിൽ നമ്മൾ ഈ ഒരു എപ്പിനെഫ്രിൻ ഇൻജെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ എപ്പിനെഫ്രിന് അതായത് ഒരു പരിധി നമ്മൾ പറഞ്ഞു ബോഡിയിലേക്ക്, ഇപ്പോൾ ഒരു അഡൽട്ടിന്റെ കേസിൽ 0.3 to 0.5 mg വരെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇതിലേറെ കൂടിയാൽ നമ്മൾക്ക് വേറെ ചില സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ട്. അതിൽ വരുന്ന ട്രബിൾ ബ്രീത്തിങ്, നമുക്ക് ബ്രീത്തിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, സ്വെറ്റിംഗ് ആയിരിക്കും, സ്കിന്നിന്റെ ഇതൊക്കെ പെയിൽ അതായത് ഒരു ഫെയ്ഡ് ആയിട്ടായിരിക്കും, പിന്നെ ഡിസിനെസ് അനുഭവപ്പെടും, വീക്ക്നെസ് ഉണ്ടാവും, ഹെഡ് ഏക്ക്, ആൻസൈറ്റി, ഈ കാര്യങ്ങളൊക്കെ എപ്പിനെഫ്രിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പറഞ്ഞു, പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പറഞ്ഞു, അവിടെ എങ്ങനെയാണ് എപ്പിനെഫ്രിൻ നോറെപ്പിനെഫ്രിൻ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് നമ്മൾ അനാഫിലാക്സിസ് കണ്ടീഷനിൽ എങ്ങനെയാണ് എപ്പിനെഫ്രിൻ ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെറ്റാബോളിസത്തിന്റെ ടൈമിൽ എങ്ങനെയാണ് എപ്പിനെഫ്രിൻ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നോറെപ്പിനെഫ്രിനും ADHDയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. നോർമൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ നോർമൽ ഹ്യൂമൻ കണ്ടീഷനിൽ എങ്ങനെയാണ് നോറെപ്പിനെഫ്രിൻ ഉള്ളതും അതുപോലെ തന്നെ ADHD കേസിൽ എങ്ങനെയാണ് നോറെപ്പിനെഫ്രിൻ ഉള്ളതെന്നാണ് നോക്കുന്നത്. നോർമൽ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ NE എന്നുള്ളത് നോറെപ്പിനെഫ്രിൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. NE ആൽഫ 2A റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറെപ്പിനെഫ്രിന് ആൽഫ റിസെപ്റ്റർ ആയിട്ടാണ് ബൈൻഡ് ചെയ്യുക, എപ്പിനെഫ്രിന് ബീറ്റ റിസെപ്റ്റർ ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ നമ്മൾ നോറെപ്പിനെഫ്രിനും ADHD ആണ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ നോറെപ്പിനെഫ്രിന് ആൽഫ 2A റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ആ ആൽഫ 2A റിസെപ്റ്റർ GI പ്രോട്ടീൻ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ GI പ്രോട്ടീന് ക്യാമ്പ് എന്ന് പറയുന്നത്
സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നുള്ളതാണ് ക്യാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് HCN ചാനൽ ഉണ്ട്. HCN ചാനൽ എന്ന് പറയുന്നത് ഹൈപോളറൈസേഷൻ ആക്ടിവേറ്റഡ് സൈക്ലിക് ന്യൂറോടൈഡ് ഗേറ്റ് എന്നാണ് HCL ചാനൽ എന്ന് പറയുന്നത്. HCL ചാനൽ എന്ന് പറഞ്ഞാൽ ഹൈപോളറൈസേഷൻ ആക്ടിവേറ്റഡ് സൈക്ലിക് ന്യൂറോടൈഡ് ഗേറ്റ് ആണ് HCN ചാനൽ എന്ന് പറയുന്നത്. ഈ HCL ചാനലിനെ ക്ലോസ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോർമൽ ഹ്യൂമൻ കേസിൽ നോറെപ്പിനെഫ്രിന് ആൽഫ 2A റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ബൈൻഡ് ചെയ്തിട്ട് GI പ്രോട്ടീൻ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ GI പ്രോട്ടീനിലെ ഈ GI പ്രോട്ടീൻ ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ ഇൻഹിബിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ HCL ചാനൽ ക്ലോസ് ആയിരിക്കും. അപ്പം നമ്മൾ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഷെൻഡഡ് ആവാതെ, അതായത് മിക്സപ്പ് ആവാണ്ട് ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നോർമലി നമ്മൾ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് ആ രീതിക്കായിരിക്കും. നമ്മൾ പറഞ്ഞ് ADHD എന്ന് പറഞ്ഞാൽ എന്താണ്? ADHD എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താ? കേട്ടിട്ടില്ലേ ADHD ഇതിനു മുമ്പ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇല്ലാത്ത ആളുകൾ, അതായത് നോർമൽ കേസിൽ നമ്മുടെ നോറെപ്പിനെഫ്രിന് ആൽഫ 2A റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആ ബൈൻഡ് ചെയ്ത കാര്യം ആൽഫ 2A റിസെപ്റ്റർ GI പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ ക്യാമ്പിന്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ HCL ചാനൽ ക്ലോസ് ആവുന്നു. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു ഗേറ്റ് ക്ലോസ് ആയാലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇൻഫോർമേഷൻ മിക്സപ്പ് ആവാണ്ട് ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി അത് നോർമൽ ആയിട്ട് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഒന്നും അതായത് നോർമൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നോർമൽ കേസിൽ നടക്കുന്നത്. ഇതിനെതിരെ അതായത് ADHD ഉള്ള ആളുകളിൽ നടക്കുന്നത് ഈ നോറെപ്പിനെഫ്രിൻ ഇല്ലേ ബൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു ബൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നോറെപ്പിനെഫ്രിൻ. ഇവിടെ നോറെപ്പിനെഫ്രിൻ ബൈൻഡ് ചെയ്യാതെ ആൽഫ 2A റിസെപ്റ്റർ ഡയറക്റ്റ് G പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് G പ്രോട്ടീന് ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതായത് നോർമൽ കേസിൽ ക്യാമ്പിന്റെ പ്രൊഡക്ഷന് GI പ്രോട്ടീൻ ഇൻഹിബിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടത്തെ ADHD കേസിൽ ഇവിടെ ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ക്യാമ്പിന്റെ പ്രൊഡക്ഷൻ ആക്ടിവേറ്റ് ആയതോടെ ഇവിടെ HCL ചാനലില് അത് ഓപ്പൺ ആവുക ചെയ്യുന്നത്. ഇവിടെ HCL ചാനൽ ക്ലോസിംഗ് ആയിരുന്നു നോർമൽ കേസിൽ. ADHD കേസിൽ HCL ചാനൽ ഓപ്പൺ ആണ്. ഈ HCL ചാനൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇൻപുട്സ് ഒക്കെ ഷണ്ടഡ് ആയിട്ട് അത് മിക്സപ്പ് ആയിട്ട് വരും. അതായത് നമ്മൾ ഒരു ടൈം തന്നെ ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിക്സപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ കേസിൽ നടക്കുന്നത്, ADHD കേസിൽ. അപ്പോൾ ഈ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എപ്പിനെഫ്രിന് നോർമൽ കേസിൽ ആൽഫ 2A റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് GI പ്രോട്ടീനെ ആക്ടിവേറ്റ് ആക്കുന്നു. ഈ GI പ്രോട്ടീന് ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെൻ ഇൻഹിബിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ HCL ചാനൽ ക്ലോസ് ആവുന്നു. ഒരു ഗേറ്റ് ക്ലോസ് ആയ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നോർമൽ ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നോർമൽ രീതിക്ക് നടക്കുന്നത്. എന്നാൽ ഇവിടെ ADHD കേസിൽ ഈ നോറെപ്പിനെഫ്രിന് ബൈൻഡ് ചെയ്യല ചെയ്യുന്നത്, ഡയറക്റ്റ് ആൽഫ 2A റിസെപ്റ്ററിലേക്ക് വരിക ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് ആൽഫ 2A റിസെപ്റ്ററിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ G പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് G പ്രോട്ടീന് ക്യാമ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്യാമ്പിന്റെ പ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്തോടെ തന്നെ അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ആയാലും നമുക്ക് എല്ലാതും ഇങ്ങനെ മിക്സപ്പ് ആയിട്ട് ഷണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നോറെപ്പിനെഫ്രിന് ADHD കേസിൽ സംഭവിക്കുന്നത്. ഇത് മനസ്സിലായോ? ഈ നോറെപ്പിനെഫ്രിനും ADHDയും തമ്മിലുള്ള ഒരു കണക്ഷന്. ഈ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യ്, മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് കാണാം. താങ്ക് യു. അപ്പൊ ഇതാണ് നോറെപ്പിനെഫ്രിന്റെ ADHD കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ നോറെപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ സ്ലീപ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ബോഡിയിൽ ഒരു അലേർട്ട്നെസ് ഉണ്ടാക്കാനാണ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്ലീപ്പിന്റെ ടൈമിൽ നോർ അഡ്രിനാലിന്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ ഇൻഹിബിറ്റ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. സ്ലീപ്പിന്റെ ടൈമിൽ നോർ അഡ്രിനാലിൻ ഇൻഹിബിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫങ്ഷൻസ്
അവിടെ ഫങ്ഷൻസ് നോറെപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ കുറയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് സ്ലീപ്പിന്റെ വേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതായത് സെറാട്ടോണിന്, ഹിസ്റ്റമൈന്, ഗാബ, നോറെപ്പിനെഫ്രിന്. ഈ 4 ന്യൂറോ ട്രാൻസ്മിറ്റർ എടുത്ത് നോക്കിയാൽ അതിൽ നോറെപ്പിനെഫ്രിനും ഹിസ്റ്റാമൈനും സെറാട്ടോണിനും സ്ലീപ്പിന്റെ ടൈമിൽ അവിടെ ഇൻഹിബിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. അവിടെ ഗാബ മാത്രമാണ് ആക്റ്റീവ് ആവുന്നത്. അതായത് ഗാബ നമ്മൾ സ്ലീപ്പിന്റെ ടൈമിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. എന്നാൽ വെയ്ക്ക്ഫുൾനെസ് നമ്മൾ പറഞ്ഞു ഈ ഒരു അഡ്രിനാലിനും ഒരു അലേർട്ട്നെസ് ആണ്, ബോഡിയിലേക്ക് എപ്പോഴും ഒരു അലേർട്ട്നെസ് കൊടുക്കാനാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ വെയ്ക്ക്ഫുൾനെസിന്റെ സമയത്ത് ഈ നോറെപ്പിനെഫ്രിൻ ആക്റ്റീവ് ആയിരിക്കും. ആ ടൈമിൽ ഗാബ മാത്രമായിരുന്നു സ്ലീപ്പിന്റെ ടൈമിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാബ നേരെ തിരിച്ച് വെയ്ക്ക്ഫുളിന്റെ സമയത്ത് ഇൻഹിബിറ്റ് ആവുകയും സ്ലീപ്പിന്റെ ടൈമിൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നോറെപ്പിനെഫ്രിൻ എടുത്ത് നോക്കിയാൽ സ്ലീപ്പിന്റെ ടൈമിൽ അതിന്റെ മൈനസ് ചാർജ് ആണ് അവിടെ ഉള്ളത്. വെയ്ക്ക്ഫുൾനെസിന്റെ സമയത്ത് അവിടെ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതായത് വെയ്ക്ക്ഫുൾനെസ് ബോഡിയിലേക്ക് എന്തൊരു സ്ട്രെസ് വന്നാലും അല്ലെങ്കിൽ എന്തൊരു ത്രട്ടൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അലേർട്ടായിട്ട് നിൽക്കുന്നത് നോറെപ്പിനെഫ്രിൻ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ നോറെപ്പിനെഫ്രിൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും നമ്മൾ വെയ്ക്ക്ഫുൾനെസിന്റെ സമയത്ത്. ഇതാണ് നമ്മൾ നോറെപ്പിനെഫ്രിൻ സ്ലീപ്പിന്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. വെയ്ക്ക്ഫുൾനെസിന്റെ സമയത്ത് മാത്രമാണ് ഇത് ആക്റ്റീവ് ആയിട്ട് ഒരു എക്സിബിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കാണിക്കുന്നത്. സ്ലീപ്പിന്റെ ടൈമിൽ ഒരു ഇൻഹിബിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ അഡ്രിനൽ ഗ്ലാൻഡ് നമുക്ക് 2 തരം ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇത് നമ്മൾ എപ്പോഴും എന്തെടുത്ത് നോക്കിയാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കേസിലാണെങ്കിൽ മാത്രമേ നമുക്ക് ബോഡിയിൽ അതൊരു ഫംഗ്ഷൻ, ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ഇംബാലൻസ് ആയിട്ട് ഒന്നെങ്കിൽ ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഈ 2 എക്സ്ട്രീം കേസുകളും നമ്മുടെ ബോഡിന്റെ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അബ്നോർമൽ ലെവലായിട്ട് എപ്പിനെഫ്രിനും എപ്പിനെഫ്രിൻ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുമ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒരു അബ്നോർമൽ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. അതായത് ഈ എപ്പിനെഫ്രിന്റെ പ്രൊഡക്ഷന് ഹൈ ആവുന്ന, ടൂ മച്ച് ആവുന്ന അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ലേ കൂടുതലായിരിക്കും. അതുപോലെ ബ്ലഡ് പ്രഷർ കൂടും, നമ്മുടെ ഹെഡ് ഏക്ക്, ആൻസൈറ്റി, വെയിറ്റ് ലോസ്, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് അബ്നോർമൽ ലെവലായിട്ട് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് വരുന്ന കണ്ടീഷന്റെ പേരാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്ക് എന്ത് കാര്യങ്ങളും ഒരു മിനിമം ബാലൻസ് ലെവലിൽ അതായത് ബാലൻസ് ലെവലിലാവുമ്പോൾ മാത്രമാണ് അതൊരു പ്രോപ്പർ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. ഇത് എക്സ്ട്രീം ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് കുറേ ചെയ്താൽ നമ്മുടെ ഡെയിലി ലൈഫിനെ നെഗറ്റീവ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ, അതായത് ഫിയോക്രോമോസൈറ്റോമയുടെ കേസിൽ ടൂ മച്ച് പ്രൊഡക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ ആണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെയും അതുപോലെ തന്നെ ഹാർട്ട് റേസിനൊക്കെ കൂട്ടുക ചെയ്യുന്നത്. ഇതൊരു അബ്നോർമൽ ലെവൽ കണ്ടീഷൻ ആണ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന അലേർട്ട്നെസ്, അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, പിന്നെ സ്ലീപ്പ്, ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള അഡ്രിനാലിനും നോൺ അഡ്രിനാലിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ബോഡിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഇത് എന്തായാലും നിർബന്ധമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഹൗ ടു ബാലൻസ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ബോഡി. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എക്സസൈസ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബേസിക്കലി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു റൂട്ടീൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ബോഡിയിലെ ഫങ്ഷൻസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സസൈസ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യും. ഇപ്പൊ 30 മിനിറ്റ്സ് ആണെങ്കിൽ 30 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് 5 വീക്കിൽ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് നമ്മൾ എപ്പോൾ ഡിസോർഡർ ആവുന്നു അത് തൊട്ടിന് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ താളം തെറ്റാൻ തുടങ്ങും. അപ്പൊ എപ്പോഴും നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ബോഡി ഓക്കെ ആയി നമ്മുടെ ബോഡി എനർജറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ 7 to 9 hours നമ്മൾ സ്ലീപ്പ് ചെയ്യണം. ഈ സ്ലീപ്പ് പ്രോപ്പർ ആക്കുക. അതുപോലെ തന്നെ ഈറ്റിംഗ്, നമ്മൾ കഴിക്കുന്ന മീൽസിൽ ഏതെങ്കിലും ടൈമിലായിട്ട്, അതായത് ഇപ്പൊ നമ്മളൊരു ദിവസം നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് മീറ്റ്സ്, ചിക്കന്, ഫിഷ്, നട്ട്സ്, എഗ്സ്, ചീസ്
ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നല്ല, ഒരുവിധം എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും നമുക്ക് ബോഡിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എപ്പിനെഫ്രിന്റെ കേസ്, അതായത് ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പോസിറ്റീവ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ലിസണിങ് മ്യൂസിക്, പിന്നെ ഹോബീസ്, ഇപ്പൊ നമുക്ക് ബുക്ക് വായിക്കുന്നത്, നമുക്ക് എന്താണോ താല്പര്യം ആ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യുക. ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ ബുക്ക് വായിക്കാൻ നോക്കുക, പാടുന്ന ഒരാളാണെങ്കിൽ ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ഇത്തരം അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ഇംബാലൻസുകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബോഡിയിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബാലൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് എക്സസൈസ് റെഗുലർ ആയിരിക്കണം. നമ്മൾ വീക്ക്ലി 5 days എങ്കിലും എക്സസൈസ് ചെയ്യണം. അഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് വേണം, അതായത് 7 to 9 hours എങ്കിലും നമ്മൾ സ്ലീപ്പ് ചെയ്യണം. നമ്മുടെ ഫുഡ് പാറ്റേൺ, നമ്മുടെ മീൽസിൽ എന്തെങ്കിലും ഈ പറയുന്ന മീറ്റ്സോ ചിക്കനോ ഫിഷോ, ഇനി വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക. ചീസ് കണ്ടന്റ് ഉള്ള ഫുഡുകൾ, ഡയറി ഫുഡുകൾ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിക്കോട്ടെ ബോഡി ഡെയിലി ഫങ്ഷൻസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താന്ന് നമ്മൾ പറഞ്ഞ്, അതിൽ അഡ്രിനൽ ഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ന്യൂറോ ട്രാൻസ്മിറ്ററെ കുറിച്ച് പറഞ്ഞു, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ പറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആൽഫ റിസെപ്റ്ററും ബീറ്റ റിസെപ്റ്ററും ആണ്. ആൽഫ റിസെപ്റ്റർ എപ്പോഴും നോർ എപ്പിനെഫ്രിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ചത് ആൽഫ നോർ എപ്പിനെഫ്രിന്, ബീറ്റ എപ്പിനെഫ്രിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീറ്റ റിസെപ്റ്റർ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഹാർട്ടിലും ലിവറിലും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷനൊക്കെ കൂടുതലായിട്ട് ഹാർട്ടിലും ലിവറിലുമാണ് നടക്കുന്നത്. ഇനി നമ്മുടെ ആൽഫ റിസെപ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് സ്മൂത്ത് മസിൽസിൽ, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ, അതുപോലെ തന്നെ സീലിയറി ബോഡീസിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോർ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നോർ എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൽഫ റിസെപ്റ്ററിലാണ്. ഈ ആൽഫ റിസെപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്മൂത്ത് മസിൽസിൽ, സീലിയറി ബോഡീസിലൊക്കെയാണ്. ഈ കാര്യം പറഞ്ഞ് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്കത് ഫൈറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓടി രക്ഷപ്പെടും ചെയ്യുക. ഈ ഒരു കണ്ടീഷന് എങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫങ്ഷൻസ്, ഇതിന്റെ വേറെ അതർ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ മെറ്റാബോളിസം എങ്ങനെയാണ്, പിന്നെ അനാഫിലാക്സിസ് എന്നുള്ള ഒരു അലർജിക് കണ്ടീഷനിൽ എങ്ങനെയാണ് എപ്പിനെഫ്രിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ്, പിന്നെ ADHD കേസിൽ എങ്ങനെയാണ് നോറെപ്പിനെഫ്രിൻ വർക്ക് ചെയ്യുന്നത്, സ്ലീപ്പിന്റെ കേസിൽ എങ്ങനെയാണ് നോറഡ്രിനാലിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ വർക്ക് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കണ്ണിലുണ്ടാവില്ലേ? കണ്ണിലാണ് സീലിയറി ബോഡി കാണാൻ പറ്റുന്നത്. നമുക്ക് കണ്ണിൽ ഓരോ ലേയേഴ്സ് ഉണ്ടല്ലോ, ആ ലേയേഴ്സിലാണ് നമുക്ക് സീലിയറി ബോഡി കാണാൻ പറ്റുന്നത്. ഇതൊരു സ്മൂത്ത് മസിൽസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, സ്മൂത്ത് മസിൽസും ബ്ലഡ് വെസൽസും ഒക്കെ ആയിട്ടാണ് നമുക്ക് എപ്പോഴും നോറെപ്പിനെഫ്രിൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഖത്തറിൽ നിന്നാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ജോലി തിരക്കിൽ കിട്ടാറില്ല.